പലരും ചോദിക്കും ഇത് എന്തിനാണ് ഇത്രയും പൈസ മുടക്കി പോകുന്നത്, ഈ പൈസക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ അന്റാർട്ടിക്ക കാണാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ അന്റാർട്ടിക്ക പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏതാണ്ട് 2021. അപ്പോൾ പണ്ട് മുതലേ നമുക്കൊരു ആഗ്രഹമുണ്ട് ഈ ഒരു സ്ഥലം കാണണം എന്നൊക്കെ ഉള്ളത്. കാരണം ഇതൊരു ഭൂഖണ്ഡമാണല്ലോ, ഇത്രയും പ്രത്യേകതയുള്ള സ്ഥലം. പെങ്കിൻസിനെ കാണാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് ഭയങ്കര ഭാരിച്ച ചിലവാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് അത് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2021 തൊട്ട് ഞാനിത് പ്ലാൻ ചെയ്തു, എങ്ങനെ പോകാം, ഇതിന് എത്ര രൂപ ബഡ്ജറ്റ് വരും. അങ്ങനെ ഏതാണ്ട് 3 വർഷം ഞാൻ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു യാത്രക്ക്. ഒരു 6 ലക്ഷം മുതൽ ഒരു 25 ലക്ഷം രൂപ വരെയുള്ള ചിലവ് ആക്ച്വലി വരും. പക്ഷേ എനിക്ക് ചിലവായത് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ ചിലവ് ഈ ഒരു യാത്രയ്ക്ക് വന്നിട്ടുണ്ട്. അത്രയും എക്സ്പെൻസീവ് ആണ്. പലരും ചോദിക്കും ഇത് എന്തിനാണ് ഇത്രയും പൈസ മുടക്കി പോകുന്നത്, ഈ പൈസക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ അന്റാർട്ടിക്ക കാണാൻ പറ്റത്തില്ലല്ലോ. പൈസ നോക്കിയില്ല, അത് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു ഫണ്ട് ബാങ്കിൽ തുടങ്ങി ആ പൈസ മാസം അതിനകത്തേക്ക് പൈസ ഓരോന്നിട്ട് കൂട്ടി വെച്ച് അങ്ങനെ പോയൊരു യാത്രയാണ്.